യേശുമിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിശബ്ദനായിരുന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ യോസേപ്പ്. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ യോസേപ്പ് പിതാവ് ഒരിക്കലും സംസാരിക്കുന്നതായി നാം കാണുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയവനായിരുന്നു. തൻ്റെ നിശബ്ദതയിലൂടെ ദൈവത്തെ അറിയുകയും ദൈവഹിതം മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു യോസേപ്പ്. നിശബ്ദത എന്ന് പറയുന്നത് ഒരു ദൈവിക പുണ്യമാണ്. ബൈബിളിൽ നാം കാണുന്നുണ്ട്, ഈശോ പറയുന്നു, ശാന്തനായിരിക്കുക, ഞാൻ ദൈവമാണെന്നറിയുക. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വരുമ്പോൾ പലപ്പോഴും നാമും ഓരോ പ്രവൃത്തികളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ. ഒരു നിമിഷമെങ്കിലും നമുക്കൊന്ന് ശാന്തരായിരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരല്പനേരം ശാന്തമായിരുന്നു കൊണ്ട് നിശബ്ദമായി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ, ആ സമയത്തെല്ലാം ശാന്തനായിരിക്കാൻ പറഞ്ഞ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് ഉത്തരം നൽകും. അതിനാൽ തന്നെ വിശുദ്ധ യോസേപ്പിനെ പോലെ നിശബ്ദതയിൽ ദൈവഹിതം കണ്ടെത്തുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.